മുനീറ പി ഗ്രൂപ്പിൽ എല്ലാവരും പറയാ തങ്ങളിപ്പോ എല്ലാത്തിനും പിരിവാണ്, അതിനൊരു കുറവില്ലെന്ന്. തരുന്നവര് തന്നോട്ടെ മുനീറ. ഒരാള് 100 റുപ്യ തരുമ്പോ 200 റുപ്യ നമ്മൾ കൊടുക്കണുണ്ട്. നമ്മൾ ആവശ്യത്തിനല്ല, 200 തരട്ടെ, കുറ്റല്ലേ, എല്ലാവർക്കും കുറ്റല്ലേ. അങ്ങനെ പറഞ്ഞോൾ തന്നെ അള്ളാഹു നല്ല ഖൽബ് കൊടുത്തു. എന്തിനാ നമ്മൾ പിരിച്ചത്? നിങ്ങൾ പറഞ്ഞാണ് ഒരു മാസത്തില് ഭക്ഷണത്തിന്, പിന്നെ സ്ഥലത്തിന് നമ്മൾ ആരും നിർബന്ധിച്ചിട്ട് ഒരു മഹ്ലൂക്കിന്റെ പൈസ വാങ്ങില്ല. അതൊക്കെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ, അതൊക്കെ കുറ്റപ്പെടുത്തുകയാണ്. തരുന്നവർ തരട്ടെ. എത്ര ഇൻഷാ അല്ലാഹ് വരുന്ന വെള്ളിയാഴ്ച അല്ല, പിറ്റത്തെ വെള്ളിയാഴ്ച വന്ന് നോക്ക്. എന്റെ വീടിന്റെ മുറ്റത്ത് ഇൻഷാ അല്ലാഹ് 1-ാം തീയതി വെള്ളിയാഴ്ച അല്ലേ, 1-ാം തീയതി എന്റെ വീടിന്റെ മുറ്റം വന്ന് നോക്കിക്കോ. ഒരു 50ഓളം മക്കളും, 50 പോരാ, 50ഓളം പാവപ്പെട്ട യതീം മക്കളും, അതുപോലെ തന്നെ ഒരു 10-40 വിധവകളും. വിധവകൾ പറഞ്ഞ ഭർത്താക്കന്മാരെ മരണപ്പെട്ടു പോയ 1-ാം തീയതി എന്റെ വീടിന്റെ മുറ്റത്ത് വന്നു കാണാൻ കേട്ടോ. ഞായറാഴ്ച മജ്‌ലിസാണ്. അപ്പൊ അതിന് ഈ പ്രാവശ്യം കഴിയുന്നവരൊക്കെ പത്തിരി കൊണ്ടുവരണം. പത്തിരി കൊണ്ടുവരുമ്പോ 8 മണിന്റെ ഉള്ളിൽ ഇവിടെ പത്തിരി കിട്ടണം. അല്ലാത്ത അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നൂറെ ഹബീബ് ഹാമിദ് ആറ്റക്കോയയുടെ പിരിവ് അത് വളരെ കൂടുതലാണ് എന്നാണ് ഒരു മുത്തുമണി കമൻറ്റിലൂടെ അറിയിച്ചിട്ടുള്ളത്. അയാളുടെ ഈ ഓൺലൈൻ മജ്‌ലിസ്, ആത്മീയ വാണിഭ മജ്‌ലിസ്, അതിങ്ങനെ ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ലൈവ് ചാറ്റ് വരും, അതിൽ കമൻറ്റുകൾ വരും. അതിൽ ഒരു മുനീറയാണ് ഇപ്പോൾ ആക്ഷേപമായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്, തങ്ങളിപ്പോൾ അങ്ങക്ക് വല്ലാത്ത പിരിവാണ്, പിരിവ് കൂടുതലാണ് ഇട്ടില്ലേ ഇങ്ങക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മൂപ്പര് പറയാം, അതിനെന്താ മുനീറ, ഞാനിങ്ങനെ കിട്ടിയത് 100 റുപ്യ കിട്ടിയ 200 റുപ്യ ചിലവാക്കണില്ലേ എന്ന് ചോദിച്ചത്. അതെന്ത് ട്രിക്കാണ്? 100 റുപ്യ കിട്ടിക്കഴിഞ്ഞാൽ ഈ 100 രൂപ അദ്ദേഹത്തിന് കിട്ടുമ്പോൾ അതിലിരട്ടി ചിലവാക്കണമെങ്കിൽ അതിങ്ങനെ ഇരട്ടിക്കണമല്ലോ, അതിനൊരു വിഷയമാണല്ലോ. അതോ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടാണോ ചിലവാക്കുന്നത്? അതൊന്ന്. മറ്റൊരു കാര്യമുള്ളത്, 1-ാം തീയതി അവിടെ 50ഓളം എത്തീമക്കളും 40ഓളം വിധവമാരും വരുന്നാണ് പറഞ്ഞത്. ഈ എത്തീമക്കളെയും കൊണ്ട് വിധവമാരെന്നെ വരിക അല്ലേ? മക്കൾ എത്തീമാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ മക്കളുടെ ഉമ്മമാർ വിധവകളായിരിക്കും. അങ്ങനെയുണ്ട്. ഇനി എത്തീം മക്കളുടെ ഉമ്മമാർ വേറെ വിവാഹം കഴിച്ചാൽ അതാണ് അതിലൊരു 10 ആൾ കുറവുണ്ടല്ലോ. 50ഓളം എത്തീം മക്കൾ, 40ഓളം വിധവമാരുമാണുള്ളത്. അപ്പോൾ ഒരു 10ൻ്റെ കുറവുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടാമത് സെക്കൻഡ് മാരേജ് കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇയാൾക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് ഇയാളിങ്ങനെ എത്തീം മക്കൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണെന്ന് പറഞ്ഞത്. മണ്ണാർക്കാട് പേര് കേട്ടൊരു എത്തീംഖാനയുണ്ട്. ആ എത്തീംഖാനയിൽ ഇയാൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇയാൾ തന്നെ പറയുന്നത്. ആ എത്തീംഖാനയുടെ പേര് ദാറുൻ നജാത്ത് എന്നുള്ളതാണ്. മണ്ണാർക്കാട് ടൗണിൽ നിന്ന്, നെല്ലിപ്പുഴ ജംഗ്ഷനിൽ നിന്ന് അട്ടപ്പാടി റൂട്ടിലേക്ക് കഷ്ടി 1 കിലോമീറ്റർ, 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്താൽ നമ്മളെത്തുന്ന വലിയൊരു എത്തീംഖാന. അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ട്. അതോടൊപ്പം ഹയർ സെക്കൻഡറി സ്കൂള്, ആ ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്ന് തന്നെ ഒരു ആർട്സ് കോളേജ്, അതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ വലിയ മസ്ജിദ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, വലിയ മാനേജ്മെൻറ്റാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ പോലും ഈ പറഞ്ഞ പിരിവ് നടത്തണില്ല. പിരിവ് നടക്കാതിരിക്കുന്നൊന്നുമില്ല, അവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട് ആളുകൾ. എത്തീം മക്കളെ സഹായിക്കുവാനാണ് എത്തീംഖാനകൾ നമ്മുടെ നാട്ടിൽ പല ഭാഗത്തായിട്ട്. ഇനി ഇതൊന്നും അല്ലാതെ തന്നെ മഞ്ചേരി റോഡിന് വരുമ്പോൾ മണ്ണാർക്കാട് എത്തുന്നതിന് മുമ്പ് കല്യാണക്കാപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ബീരാൻ ഔലിയയുടെ പേരിൽ ഒരു എത്തീംഖാന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബീരാൻ ഔലിയ മക്കാമിനോട് ചേർന്നുകൊണ്ട് ഒരു അനാഥ അഗതി ബാലിക മന്ദിരം അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുറമെ മറ്റു അബ്റാർ പോലെയുള്ള മണ്ണാർക്കാട് എത്തീംഖാന എന്ന് പറഞ്ഞാൽ 5ഓ 6ഓ 6ൽ കൂടുതലൊക്കെ എത്തീംഖാനകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊന്നും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ 100 റുപ്യ വാങ്ങിയിട്ട് 200 റുപ്യ ചിലവാക്കുന്ന പരിപാടിയല്ല നടത്തുന്നത്. അവർ നടത്തുന്ന എത്തീംഖാനയിലേക്ക് ആളുകൾ സംഭാവനയായിക്കൊണ്ട് ആ കുട്ടികളുടെ വസ്ത്രമായിക്കൊണ്ടും ഭക്ഷണമായിക്കൊണ്ടും മറ്റു കാര്യങ്ങളായിക്കൊണ്ട് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കേൾക്കണം നിങ്ങൾക്ക്. ഈ എത്തീംഖാനകൾക്ക് ഗവൺമെൻറ് ഒരു കോട്ട കൊടുക്കുന്നുണ്ട്, റേഷൻ കൊടുക്കുന്നുണ്ട്, അവർക്ക് ആവശ്യമായ അരി മറ്റുള്ള കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അവർക്കതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ, ഫണ്ട്, അതെല്ലാം
അംഗീകൃത യത്തീംഖാനകളാണെന്നുണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാ തങ്ങളെ ഇങ്ങനെ മനുഷ്യന്മാരെ പിഴിഞ്ഞിട്ട് ഈ യത്തീമക്കളെ സഹായിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണേ? യത്തീംഖാനയെ കൊണ്ടാക്കാൻ പറയും. നിങ്ങളുടെ ഈ പ്രോഗ്രാമൊക്കെ നടക്കുന്ന, നിങ്ങളുടെ ഈ പിരിവ് മാമാങ്കം നടക്കുന്ന മേലേക്കൊടക്കാട് നിന്ന് കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കല്യാണക്കാപ്പത്തും ബീരാനൗലിയ അനാഥ അഗതി ബാലിക മന്ദിരം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടായിക്കോളേ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ മനുഷ്യന്മാരെ പറ്റിക്കണേ അല്ലേ? അപ്പോൾ അവർ പിരിക്കണില്ലേ, പിരിവ് നടത്തുന്നില്ലേ? ഈ നുണ പറഞ്ഞ് പിരിക്കണില്ലോ അല്ലേ? അതെന്തോട്ടെ, ഞാൻ എൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇയാൾ പിരിവ് കൂടുതലാണെന്ന് പറഞ്ഞു. ഏതൊക്കെ തരത്തിലുള്ള പിരിവാണ്? ഇവിടെ ഇപ്പോൾ പത്തരടിയും ഇറച്ചിയുടെ ഒരു കാര്യം പറയുന്നുണ്ട്, അത് നമുക്ക് പൂർത്തീകരിക്കാം. ഇനി ഏതൊക്കെ തരത്തിലാണ് പിരിവ് നമുക്കൊന്ന് നോക്കാം. ആരൊക്കെ സ്ഥലത്തിന് പൈസ കൊടുക്കുന്നുണ്ടോ? അല്ലാഹുവേ, നാളെ ഉഹുദ് പർവ്വതം സ്വർഗത്തിലെ കവാടത്തിലുള്ളത് പറഞ്ഞതുപോലെ ഈ സ്ഥലത്തിന് പൈസ തരുന്നവർക്കും നാളെ സ്വർഗത്തിലൊരു കവാടം നൽകണം അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും എഴുതുക. ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് 1000, 2000, 3000 ഒന്ന് എഴുതുക. തന്നൂല് പഠിച്ചോനെ എന്ന് ഞങ്ങൾ കൊടുക്കാലോ. പെണ്ണുങ്ങളെ ഭാഗത്ത് എഴുതാൻ വരുന്നുണ്ടോ? ഉണ്ടോ? ഇവിടെ ആരുമില്ലല്ലോ. ഇതാണ് സഹോദരന്മാരെ പറഞ്ഞത്. ആ മുനീറ എന്ന് പറയുന്ന മുത്തുമണി പറഞ്ഞത് എന്താണ്? തങ്ങളിപ്പാ അങ്ങക്ക് പിരിവ് ഓവറാണ്, നിങ്ങൾ പാഹത്തിന് പിരിക്കുകയും എന്ന് പറഞ്ഞത് ഇതാണ്. ഇയാൾ എവിടെ പരിപാടി വെച്ചോ ഇതാണ് അവസ്ഥ. പിരിവോട് പിരിവ്. തരാത്തോല് തരാൻ തുടങ്ങുക, തന്നോല് തന്നുകൊണ്ടേ ഇരിക്കുക. ഇതാണ് ഇയാളുടെ തിക്രം തായ്മം. കേട്ടോക്കാ നിങ്ങള്. ഇങ്ങനെ കോട്ടായി ഈ കവർ നിങ്ങളെ കൈ തരും. നിങ്ങൾ മാത്രം വാങ്ങിയാൽ പോരാ, നിങ്ങളെ കുടുംബക്കാർക്കും നിങ്ങൾ മാത്രം വാങ്ങിയാൽ പോരാ, നിങ്ങളെ കുടുംബങ്ങൾക്കുള്ള കവറും കൂടിയും. തങ്ങളെ ലാസ്റ്റ് കവർ പോയി കിടക്കണ്ടേ? തങ്ങളെ ഇങ്ങനെ കവർ കൊടുത്തിട്ട് ആളുകളെ പിരിവ് ഇങ്ങനെ വാങ്ങിയിട്ട് അവസാനം പോയിട്ട് കവർ പോയി കിടക്കേണ്ട തങ്ങളെ. ആ ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾ മാത്രം തന്നാൽ പോരാ, നിങ്ങളെ കുടുംബത്തിലുള്ള ഒക്കെ വാങ്ങിക്കൊണ്ട് വരിയെന്ന് പറയുന്നത്. എന്തിന്? യത്തീമക്കളെ സഹായിക്കാനെന്ന് പറയുന്നത്. അതിനാണ് തങ്ങളെ 5, 6, 7 യത്തീംഖാനകൾ മണ്ണാർക്കാട് പരിസരത്ത് തന്നെ ഉണ്ട് അല്ലേ? എന്നിട്ട് എന്തിനാണ് നിങ്ങൾ യത്തീമക്കളെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ പിരിക്കണത്? ഗവൺമെൻറ് അവർക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവ്. അതുപോലെ തന്നെ അവർക്ക് പഠനം, യത്തീമക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യത്തീം കുട്ടികൾ, ആ പ്രായപരിധിയിലുള്ള കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസം സൗജന്യമാണ്. അതുപോലെ തന്നെ അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ, ആശുപത്രിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ സൗജന്യ ചികിത്സയ്ക്കുള്ള നാടല്ലേ ഇത്? എങ്ങോട്ട് ഞങ്ങളിങ്ങനെ വാങ്ങിക്കൂട്ടുന്നത്? യത്തീംഖാനകളിൽ അവർക്കുള്ള വസ്ത്രം, അവർക്കുള്ള യൂണിഫോം, ബാഗ്, കൊട എല്ലാം അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ ആളുകളെ അടുത്ത് ഇങ്ങനെ കൈയ്യീട്ടി പിരിക്കണ്ടേ? നിങ്ങൾ ഈ ഉമ്മത്തിനെ ഇങ്ങനെ വഷളാക്കണ്ടേ? യത്തീമക്കളുടെ ഗാർഡിയനായിട്ട് വരുന്ന ആളുകളെടുത്ത് പറയും നിങ്ങൾ യത്തീംഖാനയിൽ കൊണ്ടുപോയിക്കോളിയും, ഞാൻ എൻ്റെ ചിലവിനുള്ളത് ഇങ്ങനെ പിരിച്ചു പോയിക്കോട്ടെ. അതല്ലല്ലോ നിങ്ങൾ പറയണത്. നിങ്ങൾ യത്തീമക്കളെ പേരും പറഞ്ഞിട്ട് ഈ മനുഷ്യന്മാരെയൊക്കെ ഒന്ന് പിരിച്ചുണ്ടാക്കിയിട്ട് നിങ്ങൾ ഈ കാണിക്കണം എന്താണ്? തങ്ങളെ പറയും കുറച്ചും കൂടി. വെറുതെ ആവൂല. ഇൻഷാ അല്ലാഹ് ഇതിപ്പോ തന്നെ തന്നൊരു 10 ഉറുപ്പിക ഇപ്പൊ തന്നെ തരരുത്. ഇത് വീട്ടിൽ കൊണ്ടേക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കവറ് വാങ്ങിയിട്ട് നിങ്ങൾ അതിൽ വേഗം 10 ഉറുപ്പിക ഇട്ടിട്ട് ഇപ്പം തന്നെ തരരുത്. നിങ്ങൾ കുടി കൊണ്ടുപോയിട്ട് 500ൻ്റെ എണ്ണങ്ങൾ കൂട്ടിയിട്ട് ഇങ്ങനെ കൊടുത്തേക്ക്. സാധുക്കളാണ് വന്നിരിക്കുന്നത്. അബിറ്റ ഇയാൾ വലിയ തങ്ങളാണെന്നും പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഇയാളെ പരിപാടി പിരിവാണെന്നുള്ളത് സാധുക്കൾക്ക് അറിയണ്ട. വല്ലാത്ത മുത്തുമണികളായി പോയി. മുത്തുമണികളെ പറയും തങ്ങളെ കുറച്ചും കൂടി. പിന്നെ നിങ്ങളെ മുന്നിൽ കൂടെ ബക്കറ്റ് വരും. കത്തണ പരിന്ന് ഊറിന കൗക്കോലും ലാഭം. ഏത് കവറിലിടണമൊക്കെ വേറെ. നിങ്ങളെ മുന്നിൽ കൂടി ബക്കറ്റ് വരും. അതിലേക്ക് നിങ്ങൾ ആ 100ഉം 50ഉം 10ഉം 20ഉം ഒക്കെ ആയിട്ടുള്ളതില്ലേ, അത് അതിലേക്ക് ഇടിയും. അവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും ഇല്ലാണ്ട് പോകണം. വണ്ടിക്കൂലിയും കൂടി ഇല്ലാണ്ട് സാധുക്കൾ പോകണം. ഇതാണ് ഇയാളുടെ അവസ്ഥ. കേട്ടോ കണി. എല്ലാരും സഹായിക്കുക. ഈ പന്തല്, മൈക്ക്, ലക്ഷങ്ങൾ ചെലവുണ്ട്. പന്തലിനും മൈക്കിനും നിങ്ങൾ ഇങ്ങനെ ലക്ഷങ്ങൾ ചെലവാക്കണ്ട. ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ഉമ്മത്ത് പല ഭാഗത്ത് യത്തീംഖാനകൾ പടുത്തുയർത്തിയിട്ടുണ്ട്. അതിൽ മക്കൾ പഠിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളത് അവിടെ എത്തുന്നുണ്ട്. നിങ്ങളിങ്ങനെ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് അല്ലേ? ഇനി ഇതൊക്കെ മതിയോ? പോരാ. ഇനി ഇതിൻ്റെ പുറമെ ആളുകളെ പിഴിയാൻ വേണ്ടിയിട്ട് തേങ്ങച്ചവടമുണ്ട്. സ്ഥലത്തിന് എഴുതിയിട്ടുള്ള 5-6 മാസം കൂടെ തന്നാൽ മതി. അതൊക്കെ സ്വർഗത്തേക്ക് ഉണ്ടാവും. എങ്ങനെ ഇത് സ്വർഗത്തേക്ക് ഉണ്ടാവുക? യത്തീമക്കളെ സഹായിച്ചാൽ അത് സ്വർഗത്തിലെ ആ ഒരു കാര്യമൊക്കെ ഹദീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇത് പിരിച്ചുണ്ടാക്കിയിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് പുട്ടടിച്ചാൽ ഈ സാധുക്കൊക്കെ എങ്ങനെ സ്വർഗം കിട്ടുക? അതെങ്ങനെ താങ്കൾ അത് നിങ്ങൾ വിശദീകരിക്കും. അതേത് ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതും കൂടി താങ്കൾ വിശദീകരിക്കേണ്ടതുണ്ട്. കവർ കൊടുത്തേ
നിങ്ങളെ മക്കൾക്കൊക്കെ വാങ്ങിക്കോളിട്ടോ. നവംബർ 30 ഉള്ളിൽ തിരിച്ചു തന്നാ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പഠിച്ചോനെ, ആളുകളെ പെട്ടെന്ന് മരിക്കാണ്. മരണം പറഞ്ഞിട്ട് പേടിപ്പിക്കുകയാണ്. ഇനി ഇത് മാത്രല്ലേ, ഇതാ ഈ കൗമിനെ ഇവൻ കൊണ്ടെത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ഉണ്ട്. കുറച്ച് വലുതാണ്, എന്തായാലും കുറച്ച് ഭാഗം നമുക്ക് കാണാം. ഈ സ്ഥലം നമ്മൾ വിലക്ക് വാങ്ങുകയാണ്. ഈ സ്ഥലം 2 ഏക്കർ സ്ഥലം നമ്മൾ വിലക്ക് വാങ്ങുകയാണ്. 4 കോടി രൂപയാണ് ഇതിന്റെ വില. 2 ഏക്കർ സ്ഥലത്തിന് 4 കോടി ഉറുപ്പ്യ. മണ്ണാർക്കാട് എവിടെയാണ് തങ്ങളേത്? 2 ഏക്കർ സ്ഥലം 4 കോടി ഉറുപ്പ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റിന് 2 ലക്ഷം രൂപ. ഈ 2 ലക്ഷം രൂപ കൊടുത്ത് ഒരു സെന്റിന് വാങ്ങാൻ ഞങ്ങൾക്ക് 50,000 റുപ്യക്ക് വെച്ചിട്ട് ഇഷ്ടംപോലെ സ്ഥലം ഇവിടെ മണ്ണാർക്കാട് വാങ്ങിത്തരാം. എത്ര ഏക്കർ വേണമെങ്കിലും വാങ്ങിത്തരാം. ആരെ പറ്റിക്കാനാണ് നിങ്ങൾ ഈ നോണ അറിയണത്? എത്തിങ്ങാനപ്പോൾ മണ്ണാർക്കാട് ടൗണിലോ അല്ലെങ്കിൽ മെയിൻ റോഡിൽ തന്നെ ഒന്നും വേണ്ടല്ലോ. വേണോ? അങ്ങനെയൊക്കെ ഉണ്ടോ? എന്നിട്ട് 2 ഏക്കർ സ്ഥലം, ആ 2 ഏക്കർ സ്ഥലം 4 കോടി ഉറുപ്പ്യക്കാണെന്നും പറഞ്ഞിട്ട് 6666 പിരിപ്പിക്കുകയാണ് ഇയാള് പിരിവിന്റെ ഉസ്താദാണ്, പിരിവ് തങ്ങളാണ് ഇയാള്. കണ്ടോക്കി നിങ്ങൾ സഹോദരന്മാരെ. ഫോണ് കളഞ്ഞിട്ടേക്കണം, നല്ല ചുരുക്കുള്ള ഫോട്ടോ ഉണ്ട് കേട്ടോളെ. ഈ സ്ഥലത്തിന് 4 കോടി രൂപ വേണം. അൽഹംദുലില്ലാഹ് എല്ലാവരും സഹായിക്കുന്നുണ്ട് കേട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉഹദ് മല നാളെ സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ ഉണ്ടാകുമെന്ന് ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ. അതിങ്ങനെ ചൂഷണത്തിന് നിന്ന് കൊടുക്കുന്നവർക്കും ചൂഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ കൊടുക്കുന്നവർക്കും ആണോ? എവിടെയാണ് ഹദീസ്? ഇങ്ങനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തോലിക്ക് ഉഹദ് മല സ്വർഗത്തിന്റെ കവാടത്തിൽ ഇങ്ങനെ വെച്ചിക്കുകയാണെന്നുള്ളത് എവിടെയാണ്? ഈ പണം കൊണ്ടുപോയിട്ട് ഓൺലൈനിലൊക്കെ ബിസിനസ് തുടങ്ങുന്നുണ്ടല്ലോ, ലക്ഷറി കാർ എടുത്തിട്ട് ലക്ഷറി ജീവിതം നയിക്കുന്നുണ്ടല്ലോ അല്ലേ? SP തങ്ങളായിട്ട് ഇങ്ങനെ നടക്കണ്ടല്ലോ തങ്ങളെ. ഈ പറയപ്പെട്ട മണ്ണാർക്കാട് എവിടെയാണ് നിങ്ങൾ ഈ പറഞ്ഞ 4 കോടി രൂപ 2 ഏക്കറിന് വരുന്ന, സെന്റിന് 2 ലക്ഷം രൂപ വരുന്ന ആ സ്ഥലം എത്തിങ്ങാനൊക്കെ നിങ്ങൾ എഗ്രിമെൻ്റ് ആക്കിയിട്ടുള്ളത്? ഏതൊരു സ്ഥലമുണ്ട്, ഒരു കാട്ടുമുക്കിൽ, അവിടേക്ക് ആ വിലയില്ല. ഉഹദ് മല നാളെ സ്വർഗത്തിലുണ്ടാവും. പഠിച്ചോനെ, ഈ സ്ഥലത്തിന് ആരൊക്കെ സഹായിക്കുന്നുണ്ടോ നാളെ പരലോകത്ത് ഈ സ്ഥലം അവർക്ക് അനുകൂലമായി സാക്ഷി പറയട്ടെ. സ്ഥലം അനുകൂലമായിട്ട് സാക്ഷി പറയുന്നതിന് മുമ്പ് ഈ സ്ഥലം എഗ്രിമെന്റ് ആക്കിയിട്ട് എത്ര കൊല്ലായി? ഈ സ്ഥലത്തിന്റെ പേരിൽ പിരിവ് തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? ഇനിയും 4 കോടി ആയിട്ടില്ലേ? കോടിക്കണക്കിന് രൂപ ഇതിൻ്റെ പേരിൽ പിരിച്ചു കഴിഞ്ഞല്ലോ 6666 വെച്ചിട്ട്. ഇതിൻ്റെയൊക്കെ കണക്കുകൾ പറയേണ്ടി വരും. ഇനിയിപ്പോൾ ഇവിടുന്ന് നിങ്ങൾ കണക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും നാളെ നമ്മൾ കബറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, കബറിൻ്റെ ഒപ്പം ഒരു കബറ് പറഞ്ഞില്ലേ, ആ കബറ് വഴി നമ്മളൊരു യാത്ര ചെയ്യുന്നുണ്ട് മഷറയിൽ. അവിടെ പോയിട്ട് അള്ളാൻ്റെ അടുത്ത് നിങ്ങൾ കണക്ക് പറയേണ്ടി വരുന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കസാലക്കുള്ള സ്ഥലം ഒരു 6666 രൂപ, അതിലൊരു 3333 രൂപ, അതിലൊരു 1000 രൂപ. എല്ലാവരും ഒരു 6666 രൂപ, അതാണ് കസാലയുടെ ചാർജ്. ഇനി അതല്ലെങ്കിൽ ഒരു 3333 കസാലയുടെ പകുതി. അപ്പോൾ പിന്നെ ഇരിക്കണ്ട, നിന്നാൽ മതി. അതും അല്ലെങ്കിൽ 1000 രൂപ. ഇനി അവസാന ഇയാള് 100, 50, 20, 10 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 5 റുപ്യേൻ്റെ കോയിനോ ഇനി 1 റുപ്യേൻ്റെ ഇട്ടോളിയും എന്ന് പറഞ്ഞുകൊണ്ട് വരെ പിരിക്കുന്നൊരവസ്ഥ വരും. ഈ വരുന്ന ആളുകളെയൊക്കെ എന്നുള്ളതൊക്കെ വാങ്ങിയെടുക്കുക എന്നുള്ളതാണ്. 6666 ഞാൻ നേരത്തെ കണക്ക് പറഞ്ഞില്ലേ, കൊല്ലങ്ങളായിട്ട് 6666 എന്ന കണക്ക് വെച്ച് പിരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇത് മുനീറ പറഞ്ഞത് വെറുതെ അല്ല. തങ്ങളെ നിങ്ങൾ പിരിവാണ്, വെറും പിരിവ് തങ്ങളെ നിങ്ങൾ ഭയക്കൂലട്ടോ. ഞാനൊരു സംഭവം ഞാൻ പറയാണ്. അതുപോലെ തന്നെ അടുത്ത ആഴ്ച അടുത്ത മാസം 2 കുട്ടികളെ താലികെട്ടാണ്. അപ്പോ അടുത്ത മാസം 2 കുട്ടികളെ താലികെട്ടുകൊണ്ട് ഇതിരടി കൂടി. അതിന് ഏതോ ഹുദുമലയാണ് കിട്ടുക അല്ല, അതും അറിയണല്ലോ. കഴിഞ്ഞ വെള്ളിയാഴ്ചയല്ല, അതിന്റെ മേലത്തെ വെള്ളിയാഴ്ച ഞാൻ കമ്മിറ്റി വിളിച്ചു, പെണ്ണുങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനൊരു തേനിഞ്ഞ് ഞാൻ സ്വലാത്തുൽ ഫാത്തിഹ എല്ലാ നേരങ്ങളും ഇതാക്കിയത് കേട്ടോ. നോക്കി 11 മണിക്ക് സ്വലാത്തുൽ ഫാത്തിഹ തുടങ്ങും, 11:30 മണിക്ക് കഴിയും, 11:00 ദ്വാരക്ക് 12 മണിക്ക് എന്ത് ചെയ്യും, ഉള്ള ഭക്ഷണം തന്ന് പിരിച്ചുവിടും. ഒരാൾ ഒരു കുടുംബത്തിന് ഒരു പാക്കറ്റ് വാങ്ങാൻ പാടില്ല. 2ാമത്തെ പാക്കറ്റ് വാങ്ങിയാൽ അത് ഹലാലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സ്ഥലത്തിന് എന്ത് ചെയ്യണം,
അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഇടയിലും അന്നദാനത്തിൻ്റെ ഇടയിലും തിരികെ കയറ്റിയാണ് സ്ഥലം. ഇവിടെ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞു. സഹോദരന്മാരെ, നമ്മുടെ നാട്ടിലൊക്കെ പെൺകുട്ടികളെ കിട്ടാതെ ഇങ്ങനെ നമ്മളെ അടുത്തൊക്കെ പല ആളുകളും അന്വേഷണം കൊണ്ടുവരാറുണ്ട്. എൻ്റെ കുട്ടിക്ക് ഒരു പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ, പെണ്ണിട്ടാൻ വയ്യില്ല. അതിൻ്റെ ഇടയിലാണ് ഈ ആളി എത്തിമക്കളെ കല്യാണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കല്യാണം നടത്തുന്നത്. എന്തിനു വേണ്ടിയിട്ട്? എത്തി മക്കളെ കെട്ടാൻ ഇന്ന് ഇഷ്ടംപോലെ ആളുകളുണ്ട്. എന്താണ് സംഭവം? ഇത് ഒരു ബിസിനസ്സിൻ്റെ മാർഗമാക്കി സ്വീകരിച്ചിരിക്കുകയാണ് ഇയാൾ. അതിൻ്റെ പേരിൽ പലതരത്തിലുള്ള പിരിവുകളാണ്. ഈ എത്തിമക്കളെ കല്യാണം എന്ന് പറഞ്ഞാൽ എപ്പോഴും കെട്ടിക്കാൻ എത്തിമക്കളെ കിട്ടുമല്ലോ. അപ്പോൾ താലികെട്ടും നടത്തണം അതിൻ്റെ ഇടയിൽ കൂടി, അതിനും പിരിവാണ്. അതും എപ്പോഴും കിട്ടുമല്ലോ. അപ്പോൾ എന്താണ്? തേൻ കച്ചവടമാണ് സ്ഥിരം പരിപാടി. ഈ തേൻ കച്ചവടം, തേനിങ്ങനെ എന്നും വാങ്ങുമല്ലോ ആളുകൾ. അപ്പോൾ അതാണ് എന്നും നിങ്ങൾക്ക് ഇങ്ങനെ കൊടുന്നിട്ട് ഇങ്ങനെ ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇങ്ങനെ തള്ളാൻ വേണ്ടിയിട്ട് ഗൂഗിൾ പേ നമ്പർ ഇതിൻ്റെ ഒപ്പം വെക്കലുണ്ട്. നമ്മൾ കാണിക്കാത്തതാണ്. അതിലേക്ക് ഇങ്ങനെ 6666, 3333, 1000, 500, 100, അതിൻ്റെ ഇടയ്ക്ക് ഒരു 200 ഉണ്ട്. പിന്നെ 10 റുപ്യ വരെ ഇയാൾ പിഴിഞ്ഞു വാങ്ങിയിരിക്കും. കേട്ടോളി. എല്ലാവരും എഴുതിക്കണം. ഒരു 8 മാസം കൂടി തന്നാൽ മതി, 5 മാസം കൂടി തന്നാൽ മതി. എല്ലാവരും എഴുതിക്കണം. നിങ്ങൾ കുട്ടിയായിട്ടോ ഇത് ഇന്ന് നിങ്ങൾ വാങ്ങിക്കോളിട്ടോ, ഇന്ന് വാങ്ങിക്കോളും. അന്ന് കാട്ടിച്ചിറപ്പാപ്പാൻ്റെയും ഒക്കെ അത് വലിയ വീഡിയോ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോൻ്റെ ബാക്കിയും അതുപോലെ തന്നെ ഇനി നമുക്ക് കാണിക്കുവാനുള്ള ഒരു തട്ടിപ്പും തരികിടയും ഒക്കെ വേറെയുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ടൈം വല്ലാതെ നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. ഇത് അവസാനിക്കുന്നില്ല, ഇത് വന്നുകൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളുടെയൊക്കെ ദുആയിൽ ഈ സാധുവിനെയും ഉൾപ്പെടുത്തുക എന്ന ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.